മുനമ്പം ഭൂമി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ സർക്കാർ പോകുന്ന പോക്കിൽ ഭൂമി വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയായിരുന്നുവെന്നും രണ്ടു മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാനുള്ള നീക്കമാണ് നടത്തിയതെന്നും സതീശൻ ആരോപിച്ചു. പ്രശ്നം നിയമപരമായി നേരിടുമെന്നും മുനമ്പത്ത് ആരെയും കുടിയൊഴിപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് പറയാൻ പാടില്ലാത്ത വാക്കുകളെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ അഭിപ്രായപ്പെട്ടു. നിലവിലെ വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്ന് മുനമ്പം സമരസമിതിയും വ്യക്തമാക്കി. സംസ്ഥാന വഖഫ് ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക പത്രവും ഇന്ന് മുഖപ്രസംഗം എഴുതി. അതേസമയം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറെ തന്റെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ച നടപടിയെ മുഖ്യമന്ത്രി ഇന്ന് ന്യായീകരിച്ചു. നിയമനത്തിൽ അസ്വാഭാവികതയില്ലെന്നും അധികാരത്തിലെത്തിയതിനു ശേഷം താൻ കേൾക്കുന്ന ആദ്യത്തെ തമാശയാണ് ഈ വിവാദമെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിയാക്കിയ നടപടി വിവാദമായത് എന്തുകൊണ്ട്? മുനമ്പം വിഷയത്തിൽ മുൻ സർക്കാരിനെ വിമർശിച്ച മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ ശരിയോ? ആദ്യം കാണാം RDX റാപ്പ്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഏറെ വിവാദമായ രത്തൻ ഖേൽക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദീകരണം നൽകിയത്. നിലവിലെ വിവാദത്തിന് അടിസ്ഥാനമില്ലെന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. പിണറായി വിജയൻ സർക്കാരാണ് ഖേൽക്കറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആക്കിയതെന്നും അത് UDF-ന് 102 സീറ്റ് നേടി നൽകാനായിരുന്നോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഖേൽക്കർ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. അതേസമയം മുനമ്പം ഭൂമി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ മുൻ LDF സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത്. രണ്ട് മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാനുള്ള ശ്രമമാണ് മുനമ്പത്ത് നടന്നതെന്നും അതിന് കഴിഞ്ഞ സർക്കാർ കൂട്ടുനിന്നെന്നും വി ഡി സതീശൻ ആരോപിച്ചു. 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ മനഃപൂർവ്വം രാഷ്ട്രീയമായി ചെയ്ത നടപടിയാണ് നിലവിലേതെന്നും ഇത് തങ്ങൾ നിയമപരമായി നേരിടുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. മുനമ്പം തർക്കഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനെതിരെ ദീപികയിൽ മുഖപ്രസംഗം വന്ന സാഹചര്യത്തിലായിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അധികാരത്തിലെത്തിയാൽ മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന വി ഡി സതീശന്റെ പഴയ പ്രസ്താവനയും ഇത് ദീപിക ഓർമ്മപ്പെടുത്തി. RDX റാപ്പ് ന്യൂസ് മലയാളം. വിഷയത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണത്തിലേക്കാണ് ഇനി. മുനമ്പം വിഷയത്തിൽ പിണറായി സർക്കാർ മതധ്രുവീകരണത്തിന് കൂട്ടുനിന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഭൂമിയെ ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയത് കഴിഞ്ഞ സർക്കാർ പോയ പോക്കിൽ ചെയ്തതാണെന്നും 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാതിരിക്കാൻ രാഷ്ട്രീയമായി നടത്തിയ നീക്കമാണിതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. വിഷയം നിയമപരമായി നേരിടുമെന്നും കുടുംബങ്ങളെ അവിടെ നിന്നുകൂടി ഒഴിപ്പിക്കുന്ന പ്രശ്നമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിലേക്ക് 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്തതാണ്. ജനങ്ങളോട് അവർ പറയണം, മറുപടി പറയണം, എന്തിനാണത് പോർട്ടലിൽ പെടുത്തിയതെന്ന്. പക്ഷെ ഞങ്ങളതിനെ നിയമപരമായി അപ്പം തന്നെ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു കാര്യം, അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അവിടെ സംരക്ഷണം കൊടുക്കും. മുനമ്പത്ത് താമസിക്കുന്ന ആളുകളുടെ ഭൂമി സംരക്ഷിക്കണമെന്നായിരുന്നു LDF സർക്കാർ നിലപാടെന്നും കോടതി ഇത് അംഗീകരിച്ചില്ലെന്നും മുൻമന്ത്രി P രാജീവ് വ്യക്തമാക്കി. വിഷയം CN രാമചന്ദ്രൻ കമ്മീഷൻ പഠിച്ച് തീരുമാനമെടുക്കണമെന്നും കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാൽ കോടതിയിലും പ്രയോജനമുണ്ടാകുമെന്ന് രാജീവ് സർക്കാരിനോട് നിർദ്ദേശിച്ചു. വഖഫ് ആണെങ്കിലും അല്ലെങ്കിലും എങ്ങനെ അവരെ സംരക്ഷിക്കാം, അതാണ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ ശുപാർശ. ആ ശുപാർശ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മൂർത്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ ഫറൂഖ് കോളേജുമായി സംസാരിച്ചിട്ട് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം, അതല്ലെങ്കിൽ വഖഫിന് ഈ ഭൂമി രജിസ്റ്ററിൽ നിന്ന് മാറുകയാണെങ്കിൽ അതിനാവശ്യമായ മറ്റ് ഭൂമി വഖഫ് ബോർഡിന് നൽകാനായിട്ടുള്ള നിലപാടുകൾ ഫറൂഖ് കോളേജിൽ നിന്ന് അതിനാവശ്യമായിട്ട് ഈടാക്കണം. അതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അതിന് പകരം ഇത്തരത്തിലുള്ള ഒരു തൊടുന്യായങ്ങൾ പറയുന്നത് ശരിയല്ല. മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വഖഫ് ബോർഡ് ചെയർമാന്റെ നടപടി കാട്ടുനീതിയാണെന്നും നിലവിലെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്നും മുനമ്പം സമരസമിതി നേതാക്കൾ പറഞ്ഞു. നിയമപരമായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. മുനമ്പം ഭൂമി വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് സുപ്രീം കോടതി വിധിയുണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ നിയമപരമായി ഉത്തരവാദിത്തമില്ലാത്ത പൊസിഷനിൽ ആ പൊസിഷൻ ഉപയോഗിക്കുന്നതിൽ ഉത്തരവാദിത്തമില്ലാതെ പ്രവർത്തിക്കുകയും ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠനം നടത്തുകയും ചെയ്യാത്ത ആ വഖഫ് ബോർഡ് ചെയർമാനെയും ഈ വഖഫ് ബോർഡിനെയും നിയമവിരുദ്ധമായി മുനമ്പം വസ്തു വഖഫ് ബോർഡിൽ വഖഫ് രജിസ്റ്ററിൽ എഴുതിയെടുത്ത ആ ബോർഡിനെയും പിരിച്ചുവിടണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്.
ഇങ്ങനെയുള്ള മണ്ടന്മാരെല്ലാം വഖഫ് ബോർഡിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവരെ ഇതിൽ നിന്ന് പുറത്താക്കുക. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള തീരുമാനം ഗവൺമെന്റ് എടുത്തുകൊണ്ട് വഖഫ് ബോർഡിനെ അറിയിക്കുക, കേസ് പിൻവലിക്കുക, ഞങ്ങളെ രക്ഷിക്കുക. മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് ഭിന്നതയുണ്ടാക്കാനല്ലെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ വ്യക്തമാക്കി. മുനമ്പത്തിന്റെ പേരിൽ 2 മതവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമമെന്ന് മുഖ്യമന്ത്രി പറയാൻ പാടില്ലായിരുന്നു. മുനമ്പം ഭൂമി വഖഫാണെന്ന് സുപ്രീം കോടതി വിധിയുണ്ടെന്നും സർക്കാരിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും KS ഹംസ പറഞ്ഞു. എല്ലാ കോടതി വിധികൾക്കും ഗവൺമെന്റിന്റെ ഇടപെടലുകൾക്കും ഒക്കെ വിധേയമായിട്ട് തന്നെ ഇക്കാര്യം നടക്കും. ഇതിന്റെ അവസാന സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പ് തന്നെ നമ്മളിങ്ങനെ കാള വെച്ച് പറയുമ്പോഴേക്ക് കയറെടുത്ത് കൊണ്ടിട്ട് ഒരു കാര്യമില്ല. ഇത് ഗവൺമെന്റ് നിർദ്ദേശം പാലിച്ച ആ ബോർഡിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഓർഡറൊക്കെ പാലിച്ചതാണ് സംവിധാനം. നമ്മൾ അനുസരിച്ച് ചെയ്തൊരു പരിപാടിയാണ്. കറക്റ്റ് പറഞ്ഞാൽ റിട്ടേൺ റെഗുലർ പ്രൊസീജിയറിന്റെ ഭാഗമാണ് അതൊക്കെ. ഓക്കെ, ഇതില് വേറെ ഒന്നും കണക്കാക്കുന്നില്ല. മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാള് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ വേർതിരിച്ചിട്ട് അങ്ങനെ നോക്കി പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് അഭിപ്രായം. രത്തൻ യു ഖേൽക്കറെ സെക്രട്ടറിയായി നിയമിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ ഇന്നത്തെ മറ്റൊരു പ്രതികരണം. നിയമനത്തിൽ ഒരു അസ്വാഭാവികതയും ഇല്ലെന്നും ഖേൽക്കർ കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ വിഷയത്തെ ബംഗാളുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷ ആരോപണം വലിയ തമാശയാണെന്നും VD സതീശൻ പരിഹസിച്ചു. പിണറായി ഗവൺമെന്റ് പാനൽ കൊടുത്ത അതിൽ നിന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കിയത്. പിണറായി ഗവൺമെന്റ് അദ്ദേഹത്തെ പാനലിൽ പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് UDF 102 സീറ്റ് മേടിച്ചു കൊടുക്കാനാണ്. ഇതിനേക്കാൾ വലിയ തമാശയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന്. അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹം ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തെന്നോ, അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്, UDF 102 സീറ്റ് മേടിച്ച് തന്നത് ഈ രത്തൻ കേൽക്കറാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ടാക്സസ് ആയിട്ടും GST കമ്മീഷണറായിട്ടും അന്നത്തെ ധനകാര്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് കൂടി വേണ്ടേ? ഞാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുമല്ലേ. ടാക്സസ് കമ്മീഷണറും സെക്രട്ടറി ടാക്സസും ആയിരുന്നു അദ്ദേഹം. എന്തായി പറയുന്നത്? വേറെ ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഇതിന് ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. SIR പരിഷ്കരണത്തിൽ രത്തൻ ഖേൽക്കറിനെതിരെ വലിയ ആക്ഷേപമാണ് ഉയർന്നതെന്നും ചൂണ്ടിക്കാട്ടിയ അപാകതകളൊന്നും പരിഹരിച്ചില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ BJP ഗവൺമെന്റിന് ചട്ടുകമായി പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞയാളാണ് VD സതീശനെന്നും എന്നാൽ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങുകയാണെന്നും MV ജയരാജനും പറഞ്ഞു. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടുകമായി നിലകൊണ്ട് പ്രവർത്തിച്ചവരാണ്. നീതിപൂർവമായിരുന്നില്ല SIRന്റെ പ്രവർത്തനം. അങ്ങനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന സന്ദർഭത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നടപടികൾക്കെതിരായി പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ വിഴുങ്ങാൻ കഴിയുന്നത്? ഇന്ന് മുനമ്പം വിഷയത്തിൽ വലിയ വിമർശനമായിരുന്നു ദീപിക മുഖപ്രസംഗം ഉന്നയിച്ചിരുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വഖഫ് ചെരുപ്പിനൊത്ത നീതിയുടെ കാൽ വെട്ടരുത് എന്ന തലക്കെട്ടോടെ ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗം ഇന്നുണ്ടായി. മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വഖഫ് ബോർഡ് നടപടി മതേതര കേരളത്തെ വെല്ലുവിളിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ വഖഫ് നിയമം ഭേദഗതി ചെയ്തെങ്കിലും മുനമ്പത്തെ രക്ഷിക്കാൻ ഭേദഗതിയിൽ ഒന്നുമില്ലായിരുന്നു. പിണറായി സർക്കാർ കുറച്ചൊക്കെ ശ്രമിച്ചെങ്കിലും പരിഹരിക്കാനായില്ല. അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമെന്ന VD സതീശന്റെ പ്രസ്താവനയും മുഖപ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വഖഫിന്റെ ഇരകളേക്കാൾ നിസ്സഹായരാണോ പുതിയ സർക്കാർ എന്ന് ആത്മപരിശോധന നടത്തണമെന്നും ദീപിക പറയുന്നു. ഉമീദ് വിജ്ഞാപനം റദ്ദാക്കി മുനമ്പത്തെ വഖഫ് കുറ്റികൾ പറിച്ച് അറബിക്കടലിലെറിയണം. അതുവരെ 10 മിനിറ്റ് വാഗ്ദാന മഴ നനഞ്ഞ ഇരകൾ മതേതരത്വത്തിന്റെ തിരകളെണ്ണി കടപ്പുറത്തുണ്ടാകുമെന്നും ദീപികയിൽ പറയുന്നു. ഒരു 2 കലുഷിതമായ വലിയ വിവാദങ്ങൾ, ഒന്ന് കാലങ്ങളായി ചർച്ച ചെയ്തു വരുന്നത്, മറ്റൊന്ന് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കറെ നിയമിക്കുന്നതിൽ ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർന്നു വരുന്നു. മറ്റതിനും രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രാധാന്യമുണ്ട്. ഈ 2 വിഷയത്തിലും മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ അത് പര്യാപ്തമാണോ? അങ്ങനെ മതിയോ? അങ്ങനെയാണോ ഈ ഘട്ടത്തിൽ വരേണ്ടത്? 2 വിഷയങ്ങളിൽ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട മുനമ്പവുമായി ബന്ധപ്പെട്ടാണല്ലോ കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നത്. അക്കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ആ ഡാറ്റയുടെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് മുനമ്പം പ്രശ്നം എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. കാരണം ആളുകൾക്ക് ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രശ്നമായതുകൊണ്ട് ആളുകൾക്കത്
ഓർമ്മയിൽ വരണമെന്നില്ല. പക്ഷേ നമ്മളത് പലതവണ ചർച്ച ചെയ്താണ്. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം എന്താണ് മുനമ്പത്തെ വഖഫ് ഇഷ്യൂ എന്നത് സംബന്ധിച്ച് നല്ല ധാരണയുണ്ട്. നല്ല ധാരണയുണ്ടെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നാണ് ഈ കാര്യങ്ങൾ കാണുന്നത്, അവരുടേതായ ആംഗിളിൽ വെച്ചാണ് കാണുന്നത്. പക്ഷേ എല്ലാവർക്കും ഒരു പൊതുധാരണയുണ്ട്. ഇതിനകത്ത് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം, മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണെന്ന് പണ്ട് പറഞ്ഞത് അദ്ദേഹം ഒഴികെ മറ്റെല്ലാവർക്കും അതൊരു തമാശയായിട്ടാണ് തോന്നിയത്. ഇന്നിപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യത്തെക്കുറിച്ച് തമാശയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തു. അദ്ദേഹം ഒഴികെ മറ്റൊരാൾക്കും ആ അഭിപ്രായം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമാണിത് എന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. 10 മിനിറ്റ് എന്ന സമയപരിധി ഇപ്പോൾ ഒരു തമാശ മട്ടിൽ പറഞ്ഞാണെങ്കിൽ തന്നെയും അതിനകത്തുള്ള ആ ആന്തരികമായ അർത്ഥം എന്താണ്? വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണല്ലോ ഇത് എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ അത് വസ്തുതയേ അല്ല. ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ പല താല്പര്യങ്ങളും പല വസ്തുതകളും എല്ലാം ചേർന്ന് കിടക്കുന്ന കുറേ വർഷങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ്, നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ പരിഹരിച്ചു പോകാവുന്നൊരു പ്രശ്നമല്ല. പക്ഷേ അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു കാര്യം അങ്ങ് പറഞ്ഞാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതങ്ങ് പറഞ്ഞങ്ങ് പോയതാണ്. പക്ഷേ ഭരണപക്ഷത്ത് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം തന്നെ വന്നിരിക്കുമ്പോൾ ഇതിനെ മാനേജ് ചെയ്യാൻ വലിയ പാടുപെട്ടേനെ. പക്ഷേ അപ്പോഴേക്കാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു പിടിവള്ളി കിട്ടുന്നത്. അതായത് അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഈ ഉമീദ് പോർട്ടലിലേക്ക് വഖഫ് ബോർഡ് തന്നെയും ഇതിനെ രജിസ്റ്റർ ചെയ്ത നടപടി തനിക്ക് തൻ്റെ ഈ പഴയ പ്രസ്താവനയെ ഒന്ന് ന്യായീകരിക്കാനുള്ള, അല്ലെങ്കിൽ അത് വെച്ച് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. അതായത് ഈ വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ ഈ വിവാദമെന്ന് കണക്കാക്കപ്പെടുന്ന ഈ ഭൂമി, വിവാദമൊന്നുമില്ല, അതിനകത്ത് ജനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന ഭൂമിയാണ്, കാര്യത്തിലെ വിശദാംശങ്ങളിലേക്കും വരാം. ആ ഭൂമി അവിടെ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തനിക്ക് 10 മിനിറ്റ് കൊണ്ട് ഇനി പരിഹരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം അങ്ങ് മാറ്റിയെടുത്തു. അത് വളരെ അതിസാമർത്ഥ്യത്തോടെയുള്ള, അദ്ദേഹം കുറച്ചു കാലമായിട്ട് തുടരുന്ന, പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണെങ്കിലും മുഖ്യമന്ത്രി ആയതിനു ശേഷം അത് വളരെ അതിസാമർത്ഥ്യത്തോടെ തുടരുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത, വിത്തിൻ കോട്സ്, ആ തന്ത്രജ്ഞത അതിനകത്ത് കാണാം. പക്ഷേ അത് അങ്ങനെ ചെയ്യേണ്ടുന്നൊരു കാര്യമല്ല എന്നെനിക്ക് ഈ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ തോന്നി. അങ്ങനെ അതിസാമർത്ഥ്യം കാണിക്കേണ്ടുന്നൊരു വിഷയമല്ല യഥാർത്ഥത്തിൽ ഇത്. അതായത് അദ്ദേഹം പറയുന്നതിൽ വസ്തുതാപരമായിട്ട് ശരിയല്ല, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല പറയേണ്ടിയിരുന്നതെന്ന് തോന്നലുണ്ടായ കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് നോക്കുന്ന ഒരു നിരീക്ഷകരെന്ന് നമുക്ക് തോന്നുക. എന്താണ്, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് KS ഹംസ അധ്യക്ഷനായിട്ടുള്ള വഖഫ് ബോർഡ് ഈ ഭൂമി വഖഫ് മായിട്ട് ബന്ധപ്പെട്ട് ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്തു. എന്ന് വെച്ചാൽ വഖഫ് സ്വത്താണ് എന്ന മട്ടിൽ രജിസ്റ്റർ ചെയ്തു. ഇവിടെ വഖഫ് സ്വത്തല്ല എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി അവിടെയുള്ള ജനങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ, ആ ഭൂമി അവിടെ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന അഭിപ്രായം പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമി അപ്പാടെ എടുത്തിട്ട് വഖഫ് സ്വത്താണെന്ന മട്ടിൽ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് ശരിയായില്ല എന്നത് ആണല്ലോ ഇപ്പോൾ വരുന്നൊരു കാര്യം. അങ്ങനെ അതുകൊണ്ട് എനിക്കത് പരിഹരിക്കാൻ പറ്റാണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ 10 മിനിറ്റ് കൊണ്ട് പരിഹരിച്ചത്, അതിപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് പരിഹരിക്കാൻ പറ്റാണ്ടായിപ്പോയി എന്നാണ് പൊതുജന മധ്യത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. പക്ഷേ നമ്മൾ പരിശോധിച്ചാൽ കാണുക എന്താണ്, യഥാർത്ഥത്തിൽ KS ഹംസയ്ക്ക് ഈ വഖഫ് ബോർഡിന് ഇതല്ലാതെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്നാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇത് വഖഫ് ഭൂമിയല്ല എന്ന് അവിടുത്തെ താമസക്കാർക്ക് അവകാശപ്പെട്ടതാണെന്ന് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ റിപ്പോർട്ട് വരികയും അതേ തുടർന്ന് ഈ ഹൈക്കോടതി വിധി ശരിയാണ്, ഇത് പിന്നെ വഖഫ് സ്വത്തല്ല, അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നൊരു ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിന്മേൽ വെച്ചിട്ടാണ് ആളുകൾ പറയുന്നത് ഇത്. പക്ഷേ അതല്ല ഇപ്പോൾ നിൽക്കുന്ന സ്ഥിതി. ഇപ്പോഴത്തെ നിയമപരമായ സ്റ്റാറ്റസ് അത് റദ്ദാക്കി കളഞ്ഞു സുപ്രീം കോടതി. അത് റദ്ദാക്കിയിട്ട് ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് എന്താണ്? അത് വഖഫ് ഭൂമിയാണ്, നിയമപരമായിട്ട് അത് വഖഫ് ഭൂമിയാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭേദഗതി പ്രകാരം കേന്ദ്ര വഖഫ് നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതമായ വഖഫ് ബോർഡിന് മറ്റൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. പറ്റുമോ എന്ന് നിയമപരമായിട്ട് നോക്കിയാൽ പറ്റില്ലല്ലോ. കാരണം അത് വഖഫ് ഭൂമിയാണ് നിയമപരമായിട്ട്. നമ്മൾ അതിന്മേൽ തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു നൂലാമാലയുള്ള സംഭവമാണ്. നമ്മൾ അതിന്മേൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് അവിടെ താമസിക്കുന്ന യഥാർത്ഥ ഉടമസ്ഥർക്ക് അത് കൊടുക്കുക എന്ന കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാരുകൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നിയമപരമായിട്ട് ഇപ്പോഴതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് അത് വഖഫ് ഭൂമിയാണ് എന്നതാണ്. നിയമപരമായിട്ടുള്ള സ്റ്റാറ്റസ് വഖഫ് ഭൂമിയാണ് എന്നിരിക്കെ അത് ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് KS ഹംസ ചെയ്തേ പറ്റൂ, വഖഫ് ബോർഡ് ചെയ്തേ പറ്റൂ, അത് അവർ ചെയ്തു. അപ്പോൾ അത് പിടിവള്ളിയാക്കി എടുത്തിട്ട് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ അതിസാമർത്ഥ്യം കാണിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇല്ലെങ്കിൽ ഞാൻ 10 മിനിറ്റ് കൊണ്ട് പരിഹരിച്ചേനെന്ന്. അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല. ഇതാണിതിൻ്റെ 10 മിനിറ്റ് പരിഹരിക്കായിക എന്ന കോംപ്ലിക്കേഷൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്. ഇങ്ങനെ നൂലാമാലകളായിട്ടാണ്, അതായത് ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറയുന്ന ഫറൂഖ് കോളേജ്, ഫറൂഖ് കോളേജ് പറയുന്ന വഖഫ് ഭൂമിയല്ല, അത് ഇഷ്ടദാനം കിട്ടിയതാണെന്ന അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗ്. എന്നാൽ ഇതേ മുസ്ലിം ലീഗിൻ്റെ തന്നെ നേതാവായിട്ടുള്ള പാണക്കാട് റഷീദ് അലി തങ്ങളാണ് ഇത് ആദ്യമായിട്ട് വഖഫ് ഭൂമിയാണ് എന്ന് എഴുതി കൊടുത്തിരിക്കുന്നത്.
അതായത് വഖഫ് സ്വത്തല്ല എന്ന് പതുക്കെ പറയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് പതുക്കെ പറഞ്ഞതിനെ അവിടെ പോയി സംസാരിച്ചപ്പോൾ കിട്ടിയതാണ് ഉറക്കെ വന്നിട്ട് വി ഡി സതീശൻ ഇത് വഖഫ് സ്വത്തല്ല എന്ന നിലപാടെടുത്തത്. അപ്പം പക്ഷേ എന്നാൽ വഖഫ് ഭൂമിയാണ് എന്ന് ആദ്യം പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത ആരാണ്? 2019 പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായിരിക്കുന്ന വഖഫ് ഇതാണ് ബോർഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ആളുകളെല്ലാം ഇതങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന കാര്യമല്ല എന്ന് പറയുന്നത്. അതിനോടൊപ്പം എന്താ സംഭവിക്കുന്നത്? ഇത് വഖഫ് ഭൂമി എന്ന് വെച്ചാൽ മുസ്ലിം വ്യക്തികൾ അവർ ദൈവത്തിങ്കിലേക്ക് സ്വമേധയാ സമർപ്പിക്കുന്ന സ്വത്താണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം സേട്ട് 1943 മറ്റോ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഫറൂഖ് കോളേജിന് സമർപ്പിച്ചത് ഫറൂഖ് കോളേജ് അത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് എടുക്കാതെ ഫറൂഖ് കോളേജിൻ്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെങ്കിൽ ഇല്ലാതെയോ ഇത് കഷ്ണമായിട്ട് ആളുകൾക്ക് വിറ്റു എന്ന് വെച്ചാൽ അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർ പണം കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ അവരവിടെ താമസിക്കുകയാണ് പതിറ്റാണ്ടുകളായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് ചെന്നപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പരിഹരിക്കാവുന്നിടത്ത് അവിടെ താമസിക്കുന്ന ആളുകൾ ലത്തീൻ കത്തോലിക്കരായിട്ടാണ് കൂടുതൽ പേരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികൾ, ഇപ്പുറത്ത് മുസ്ലിങ്ങൾ, ഭൂമിയുടെ പേരിൽ തർക്കം. അപ്പോൾ BJP അപ്പുറത്ത് ഇതാ മുസ്ലിം എന്താണ് ഇവിടെ ഒരു മുസ്ലിം വിഷയം ഉണ്ടാക്കിയിട്ട് ക്രിസ്ത്യൻ വോട്ടിംഗ് പിടിച്ചേക്കാന്ന് വെച്ചാൽ BJP അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാർ അവിടെയുണ്ട്, വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. ഇത് അങ്ങേയറ്റം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ വന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ 10 മിനിറ്റ് കൊണ്ട് പരിഹരിച്ചു തരാം. അദ്ദേഹം മുഖ്യമന്ത്രിയായി, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പിടിവള്ളിയാണ് ഇപ്പോൾ ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സത്യത്തിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനെ പറയരുതായിരുന്നു എന്ന തോന്നലാണ് എനിക്കുണ്ടായത്. മറ്റത് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തൊക്കെ ഇത് കാര്യങ്ങൾ മനസ്സിലായി. ഞാനിപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇത് ആരെങ്കിലും മേൽ ചാരിയിട്ട് ഒരു കുറ്റം പറഞ്ഞിട്ട് ഇത് പരിഹരിക്കാൻ പറ്റാത്തതാണ്, 2 മതവിഭാഗങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനാണ് CPM ശ്രമിച്ചതെന്നൊന്നും പറയാനേ പാടില്ലായിരുന്നു. അതിൽ KS ഹംസ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഈ ഘട്ടത്തിലൊരു മതവിഭാഗങ്ങൾക്കിടയിലെ പ്രശ്നമാണെന്ന് മുഖ്യമന്ത്രി അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു CPM എന്ന് പറയുന്നതിന് പകരം ഇതിനകത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്, നമുക്കത് പരിഹരിക്കണം, നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാൽ ഇത് എളുപ്പത്തിൽ പരിഹരിക്കാം, എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന നിലപാടാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞ് അങ്ങ് മാറുകയാണ് വേണ്ടത്. കാരണം ഇതിനകത്ത് ഇപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റുമോ? നിയമപരമായിട്ട് പറ്റില്ലല്ലോ. കോടതിയിൽ ഏറ്റവും ഒടുവിലത്തെ കോടതി, സുപ്രീം കോടതി നിലപാട് പ്രകാരം ഇത് വഖഫ് ഭൂമിയായിരിക്കണം. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടായിരിക്കെ വി ഡി സതീശൻ മുഖ്യമന്ത്രി എടുത്ത ഈ നിലപാട് ശരിയായില്ല എന്നാണ് പൊതുവിൽ ഈ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്ന ആളുകൾ കാണുക. അപ്പോൾ ഇനിയിപ്പം വഖഫ് ഉമീദ് പോർട്ടലിൽ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സംഭവിക്കാനുണ്ടോ? സത്യത്തിലൊന്നും സംഭവിക്കാനില്ല. കാരണം ആ ഭൂമി ഈ മനുഷ്യരുടേതാണ്, അവർ സമരം നടത്തുകയാണ്, അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. അവർക്ക് അനുകൂലമായ നിലപാടാണ് കേന്ദ്രം ഭരിക്കുന്ന BJPക്കുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനേ പറ്റൂ. പക്ഷേ എവിടെയോ ആരൊക്കെയോ വഴങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ വഖഫ് ഭൂമിയല്ല ഇഷ്ടദാനമാണ് എന്ന നിലപാട് ഈ ഫറൂഖ് കോളേജും മുസ്ലിം ലീഗും ഒരുപക്ഷെ സ്വീകരിക്കുന്നത്. അപ്പോൾ അവരുടെ കൈവശമാണ് ഇപ്പോൾ ഭരണമുള്ളത്. മുസ്ലിം ലീഗിന് നിർണായക പ്രാധാന്യമുള്ള സർക്കാരാണ്. ഇത് പരിഹരിച്ച് പോകാനാകും. അതുകൊണ്ടിപ്പോൾ ഉമീദ് പോർട്ടലിൽ ഇത് രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് എന്തെങ്കിലും വലിയ തെറ്റൊന്നും വന്നിട്ടില്ല. വഖഫ് ബോർഡിന് അതേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. വഖഫ് ബോർഡ് അത് ചെയ്തു. പക്ഷേ അത് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇതിൽ രാഷ്ട്രീയമായിട്ട് ഉള്ള കാര്യങ്ങൾ 2 പക്ഷവും നടത്തും. പക്ഷേ അവർ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇതിനകത്ത് രാഷ്ട്രീയ പ്രശ്നം വരുമ്പോൾ ഇതിനകത്ത് ഈ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി അതിനകത്തുണ്ട് എന്ന 2 ജനവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം ആക്കി വളർത്താനുള്ള ബാഹ്യശക്തികൾ കൂടി അവിടെ ഉണ്ടാകാം എന്നത് കണക്കിലെടുത്തിട്ട് മുഖ്യമന്ത്രി കുറെ കൂടെ വയസ്സായിട്ടുള്ളതും കുറെ കൂടെ അദ്ദേഹത്തിൻ്റെ വാദത്തെ അങ്ങ് സാധൂകരിച്ച് കളയാമെന്നതിന് മാത്രം പ്രാമുഖ്യം കൊടുക്കാതെയുള്ള നിലപാട് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ രത്തൻ യു കേൽക്കറുടെ കാര്യത്തിൽ, കേൽക്കർ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വി ഡി സതീശൻ പറഞ്ഞതിനൊപ്പമാണ്. കാരണം അതിലെന്തെങ്കിലും അത്ഭുതമൊന്നുമില്ല. അദ്ദേഹം കാര്യപ്രാപ്തിയുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോലൊരു മഹാസംഭവം നടത്താൻ വേണ്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ആരാകണം എന്ന് ആലോചിച്ചപ്പോൾ ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ സെലക്ട് ചെയ്ത മുന്നോട്ട് വെച്ച 3 ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ആ പണിക്ക് പ്രാപ്തനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പണി കഴിഞ്ഞപ്പോൾ പ്രാപ്തനായ ഒരാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വേണമെന്നുള്ളതുകൊണ്ട് വി ഡി സതീശൻ അദ്ദേഹത്തെ സെലക്ട് ചെയ്തു. ഇപ്പോൾ ബംഗാളിൽ രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ, ബംഗാളിലുള്ള SIRമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അത്രയ്ക്ക് വലിയ പ്രോമിനൻ്റ് ആയിട്ട് വലിയ ചർച്ചയും മറ്റൊന്നും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നതൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ തലത്തിലേക്ക് എത്തിയ ഉദ്യോഗസ്ഥനെ സ്വന്തം ഓഫീസിലേക്ക് ഇരുന്നതിൽ എന്തെങ്കിലും പിശകില്ല. പക്ഷേ അതേസമയം അതിനകത്തൊരു ധാർമ്മികമായിട്ട് ഒന്ന് ആലോചിക്കാവുന്നതല്ലേ എന്ന് ചോദിച്ചാൽ അത് വേണമെങ്കിൽ സമ്മതിച്ചു കൊടുക്കുക. കാര്യം എന്താണ്, ഇന്നിപ്പോൾ P. രാജീവും പറഞ്ഞു, ഒരു കൂളിംഗ് പീരീഡ് പോലും ഇല്ലാതെ, എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പോലെ വലിയ പോരാട്ടം നടക്കുന്നൊരു കൂളിംഗ് പീരീഡ് പോലും ഇല്ലാതെ ഒരു പോരാട്ടം നടന്നിട്ട് അതിന് ചുമതലയുണ്ടായിരുന്ന ചെറിയ പരാമർശങ്ങളും വിമർശനങ്ങളൊക്കെ ആ നിലക്ക് വന്ന ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വൻ വിജയം പ്രതിപക്ഷം, അന്ന് പ്രതിപക്ഷമായിരുന്നത് ഇപ്പോൾ ഭരണപക്ഷമായി മാറിയ, ഒരു 102 സീറ്റൊക്കെ കിട്ടി അധികാരത്തിൽ വന്ന ഈ സർക്കാർ ഉടനടി അതിൻ്റെ ആളുകളെ കൊണ്ടുവന്നിരുന്നത് ഇങ്ങനൊരു ചർച്ച ഉണ്ടാക്കും, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ എന്ന്
ഈ സർക്കാരും മുഖ്യമന്ത്രി വി ഡി സതീശനും മനസ്സിലാക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അതിനെ ഒന്ന് പരിഗണിക്കേണ്ടതായിരുന്നു. ഒരു 1-2 മാസം കഴിഞ്ഞിട്ട്, അതുവരെ ഒരാളെ ഇരുത്തിയിട്ട് 1-2 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ പോലും അതിനകത്ത് ഒരു അടയാളപരമായ ഒരു ബഹുമാനം ജനവിധിയോടും അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളോടും, സ്വന്തം രാഷ്ട്രീയ പക്ഷം കോൺഗ്രസ് പാർട്ടി തന്നെയും മറ്റ് സംസ്ഥാനങ്ങളിൽ പറയുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങളോടുള്ളൊരു ആദരവ് അതിനകത്ത് ഉണ്ടായിരുന്നേനെ. അതിപ്പോൾ ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പം നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. പക്ഷേ അവിടെ ഒരു ധാർമ്മിക പ്രശ്നം അതിനകത്ത് ഉണ്ടായേനെ. ഇപ്പം മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തില്ലേ? മുൻകാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ഇടതുപക്ഷ സർക്കാരും എല്ലാ സർക്കാരുകളും അങ്ങനെയുള്ള ആ പദവിയിലിരുന്ന ആളുകളെ ഇത്തരം പദവികളിൽ ഇരുത്തിയിട്ടുണ്ട് എന്നാണ് വാദമായിട്ട് വരുന്നതെങ്കിൽ, മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോലെയല്ല രാജ്യത്തെല്ലായിടത്തും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിലുള്ളതുപോലത്തെ വിഷയങ്ങളല്ല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടത് ഉള്ളത് എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിട്ടുള്ള വി ഡി സതീശൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അനുയായിയും സഹനേതാവുമായിട്ടുള്ള വി ഡി സതീശൻ ആ ഒരു ഇപ്പോഴത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം, ഇങ്ങനെയൊരു കൂളിംഗ് പീരീഡ് എന്നത് ധാർമ്മികമായിട്ട് അനുവദിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണിതെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊഴിച്ചാൽ ഇപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വി ഡി സതീശൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, കേൾക്കറെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നതാണ്. അത് അവരവരുടെ രാഷ്ട്രീയ ധാർമ്മികതയും അദ്ദേഹത്തിൻ്റെ അനുഭവപരിചയമൊക്കെ വെച്ച് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ മൈ ഗവൺമെൻറ് മൈ റൂൾസ് എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ട് ഇതിലൊന്നും ഒരു തെറ്റില്ല, ആ ചർച്ചയൊക്കെ വേറെ നടക്കും. ഇതിപ്പോൾ 5 വർഷത്തേക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെയും കൊണ്ടുപോയാൽ എനിക്കെന്താണ് കുഴപ്പം എന്ന് അദ്ദേഹം വിചാരിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. അത്രയേ ഉള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് 2 വിഷയങ്ങളാണല്ലോ നമ്മൾ ഈ പറഞ്ഞ പോലെ. ഒന്ന് കേൽക്കറുടെ നിയമനവും മറ്റൊന്ന് മുനമ്പും. ഞാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റ് കേൾക്കുകയായിരുന്നു. ഇപ്പം 600ഓളം കുടുംബങ്ങളുടെ ഒരു പ്രശ്നമാണല്ലോ നിലവിൽ മുനമ്പം എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹം നമ്മുടെ വലിയ സീറ്റിൽ വലിയ ജനവിധി കൊടുത്ത് ഈ പറയുന്ന പോലെ ഇന്നലെ മോഹൻലാലൊക്കെ പറഞ്ഞതുപോലെ വലിയ മുറവിളി കൂട്ടി തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിന് അത്തരം സംഭാഷണങ്ങളുമായിരുന്നു ഇന്ന് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് സനീഷേട്ടൻ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ 10 മിനിറ്റ് കൊണ്ട് ഞാനിത് പരിഹരിക്കും എന്നുള്ളത് ദീപിക പോലുള്ള ഒരു പത്രം ഇന്നത് ഓർമ്മിപ്പിക്കുന്നു. കാരണം അവർക്ക് അത്രയും പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ ആലോചിക്കണം. ഒരു പുതിയൊരു ഗവൺമെൻറ്, കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെൻറ് മാറിയിട്ട് ഇത് വരുമ്പോൾ തീർച്ചയായും അതിൽ ത്വരിതമായ ഒരു ഇടപെടൽ, എത്രയും പെട്ടെന്നുള്ള ഒരു ഇടപെടൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഒരു വിഭാഗം ആളുകൾ അത് ആഗ്രഹിക്കുന്നുണ്ട്, അത് അവിടെ ഉള്ളവരും. പക്ഷേ അദ്ദേഹം അത് പറ്റില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. കാരണം ഒരു പ്രതിപക്ഷത്തിൻ്റെ ശരീരഭാഷ കൊണ്ട് തീർച്ചയായും ഇത് ഈ ഘട്ടത്തിൽ അത് അങ്ങനെ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ വീണ്ടും അതേ ശരീരഭാഷയിൽ തന്നെ അതിനെ അങ്ങ് പ്രതിരോധിച്ച് കളയാമെന്ന് പറയുന്നത് കുറച്ച് ബാലിശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളത്. അതിനാണ് ഈ ഉമ്മീദ് പോർട്ടൽ പോലുള്ള ഒരു കാര്യം അദ്ദേഹം പിടിവള്ളിയാക്കി എടുക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇതിലൊരു ഇത്രയാളുടെ ഒരു പ്രശ്നത്തിൽ അത് അനുഭാവപൂർവ്വം ഇടപെട്ട് അതിനെ നയപരമായി ഈ ഘട്ടത്തിൽ പരിഗണിച്ച് അതിലൊരു ഇടപെടൽ നടത്തി അത് പരിഹരിക്കുന്നതിന് പകരം അദ്ദേഹം ഇന്ന് വന്നിട്ട് ഇവിടെ നടത്തിയത് വെറും വാചക കസർത്ത് മാത്രമാണ്. അത് അദ്ദേഹം 10 മിനിറ്റ് എന്ന് പറയുന്നതോടുള്ള അദ്ദേഹം ഇന്ന് പല കാര്യങ്ങളെയും വളരെ ചിരിച്ചുകൊണ്ട് പറയുന്നത് പോലെ തമാശ മാത്രം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പൂക്കി സ്റ്റൈലിൽ അദ്ദേഹം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പക്ഷെ അത് ഒട്ടും നിഷ്കളങ്കമായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല എന്നുള്ളത്. പിന്നെ ഒന്ന് കേൽക്കറുടെ നിയമനം എന്നുള്ളതാണ്. കേൽക്കറുടെ നിയമനം അദ്ദേഹം പറഞ്ഞത് വിജയിച്ചതിന് ശേഷം ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശയാണ് എന്നുള്ളതാണ്. അദ്ദേഹം നളിനി നെറ്റോയുടെ അടക്കം നിയമനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിനെ അങ്ങ് സാധൂകരിക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് സാഹചര്യമല്ല നമ്മളുടെ കേരളത്തിൽ എന്നുള്ളത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. ഇവരുടെ തന്നെ പാർട്ടിയുടെ ദേശീയ നേതാവ്, അതായത് രാഹുൽ ഗാന്ധി തന്നെയാണ് വോട്ട് ചോരി വലിയ PPT പ്രസൻറ്റേഷൻ അടക്കം അദ്ദേഹത്തിന് വലിയ റിസർച്ചുകൾക്കും ഒടുവിൽ വലിയൊരു വിഷയം രാജ്യത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് അദ്ദേഹം. അത് ഒരു വേള നമ്മൾക്കത് വിശ്വസനീയമായ കാര്യവും പോലുമാണ്. നമ്മൾക്കും അത്തരം ഡാറ്റകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ അലയൊലികളും അതിൻ്റെ ചൂട് പിടിച്ചുള്ള കാര്യങ്ങളും സംശയിക്കാവുന്ന ഘടകങ്ങളും നമ്മൾക്കിവിടെ തൃശ്ശൂരടക്കം കേരളത്തിലടക്കം ഉണ്ടായിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ വലിയൊരു ആരോപണം തന്നെ ഇത്തരം ഡീൽ ആരോപണങ്ങൾ വരുന്നു, വോട്ട് മറിക്കൽ ആരോപണങ്ങൾ വരുന്നു, ഇതൊക്കെ വരുന്നുണ്ട്. ഇനി EVM തിരിമറിയുടെ കാര്യങ്ങൾ വരുന്നു. പിന്നെ ബംഗാളിൽ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു SIR എന്നുള്ളത്. SIR വഴി വോട്ട് വെട്ടുകയും അതുവഴിയാണ് ഇവിടെ അധികാരം പിടിക്കുക എന്നുള്ളത് തൃണമൂൽ അവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അത്തരം ആക്ഷേപങ്ങൾ കോൺഗ്രസിനുണ്ട്, CPIമിനുണ്ട്, മറ്റു പാർട്ടികൾക്കും അവിടെ ഉണ്ട്. ഈ തെക്കേ ഇന്ത്യയിലെ ഈ കേരളത്തിലിരിക്കുന്ന നമ്മൾ പോലും വളരെ ആശങ്കയോടും സംശയാസ്പദവുമായിട്ടാണ് കണ്ടിരിക്കുന്നത് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ അവിടെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചൊരു കാര്യം. ഈ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അത്രയധികം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് അതിനെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറയുന്നത് പോലെ മറ്റൊരു വാക്കുകളിൽ അതിനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാർ പോലും ഇതിലെപ്പോൾ കുഴപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ഈ പറയുന്നത് പോലെ
ടാലൻറ്റഡ് ആയത് അത് വലിയ തിരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു സംഗതിയെ നയിക്കുവാൻ വേണ്ടിയിട്ട് എത്രയും കഴിവുള്ള നല്ല കാര്യപ്രാപ്തനായ ഒരു നേതാവ് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് മാത്രമേ നമ്മളൊരു ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ പരിഗണിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഇവരുൾപ്പെടുന്ന പാർട്ടിയിലുള്ള ആളുകൾ ഇത്രയധികം മുറവിളി കൂട്ടതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള സാധാരണക്കാരും അത് വിചാരിക്കുന്നത്. എന്തുകൊണ്ട് ബംഗാളിലെ സമാനമായ സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നങ്ങ് അടച്ചു പറയാൻ പറ്റുന്നത്? എനിക്ക് എന്തായാലും പറയാൻ പറ്റുന്നില്ല. കാരണം BJP സീല് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ലെറ്റർ പാഡിൽ വന്നതാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലയളവിൽ ഇത്രയും പ്രാപ്തിയുള്ള അത്രയധികം ക്രിയാത്മകമായി ഇടപെടുന്നു എന്ന് പറയുന്ന ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസറിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഒരു പിഴവായിരുന്നു അത് സാങ്കേതിക പിഴവെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ഇത്. മറ്റും ചില ആക്ഷേപങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിനെതിരെ. ഇന്ന് തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നുണ്ട് എൻ്റെ ഓഫീസാണ് ഏറ്റവും കൂടുതൽ കത്തുകളും ചില വിമർശനങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ MV ജയരാജൻ അടക്കം പറയുന്നത് ഒരുപാട് തവണ രാഷ്ട്രീയ കക്ഷികളുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും വലിയ വലിയ SIR-ൽ പ്രശ്നങ്ങളുണ്ട്, വോട്ട് വെട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ CPM മാറി നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു ഇതിൽ നിന്ന്. പിന്നീടാണ് ഇതിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ ഈ സംഗതിയാകെ കൈവിട്ടു പോകും എന്നുള്ള ബോധ്യത്തിലാണ് പിന്നീട് ഇതിലേക്ക് കൂടുതൽ ഉൾക്കരുത്തോടെ വന്നിട്ട് ഇപ്പോൾ വോട്ട് ചേർക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഈ ഘട്ടത്തിൽ അധികാരം പിടിക്കുവാൻ വേണ്ടി SIR അടക്കമുള്ള ഇതുപോലെ വോട്ട് ചോരി അടക്കമുള്ള ഒരു കാര്യങ്ങൾ ആയുധമാക്കുന്ന ഒരു സമയത്താണ് നിലവിലൊരു ചീഫ് ഇലക്ടറൽ ഓഫീസറെ അദ്ദേഹം സെക്രട്ടറിയായി നിയമിക്കുന്നത്. അത് ഈ പറയുന്നതുപോലെ വിത്തിൻ ഡേയ്സ് അതായത് മറ്റെല്ലാ ആക്ഷേപങ്ങളും അങ്ങ് മായ്ച്ചു കളഞ്ഞു. അല്ലെങ്കിൽ അതിലൊരു കൃത്യമായ വിശദീകരണമോ പിന്നെ അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കണക്കുകൾ ഉണ്ടായിരുന്നില്ല. പോസ്റ്റൽ വോട്ടുകൾ അദ്ദേഹം വെട്ടിക്കളയുന്ന ഒരു നിലയുണ്ടായിരുന്നു. എത്രയും പേർ 20,000-ഓളം അധികം പേർക്ക് വോട്ടുകളുണ്ട്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം വിമർശന വിധേയനാവുന്നത്. അതെങ്ങനെയാണ് തമാശയാവുന്നത്? എനിക്കത് തമാശയായിട്ട് തോന്നുന്നേയില്ല ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോൾ അദ്ദേഹം പറയണത് തമാശയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കുന്നത് ഇനി ഈ പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ഇത്രയും ലാളിത്യത്തോടെയാണ് ആ കാര്യങ്ങളെ അതിനൊരു സ്പേസ് ഇവിടെയുള്ള മാധ്യമങ്ങളടക്കം കൊടുക്കുകയും ചെയ്യുന്നുള്ളത്. അവിടുന്ന് ഒരു ചോദ്യം പോലും ഇങ്ങനെ ഉണ്ടായില്ലേ എന്നാൽ അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ ആരും ചോദിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരം അദ്ദേഹത്തിൻ്റെ ഈ രീതികളെ ആ രീതിയിൽ നിലവിൽ ഇപ്പോൾ സർക്കാരിനൊരു കൂളിംഗ് പീരീഡ് ആയിക്കോട്ടെ, നമ്മൾ ഈ പറയുന്നത് പോലെ അത്രയധികം ആക്രമിക്കേണ്ട എന്ന നിലയ്ക്കായിരിക്കും ഇന്ന് PSC ഒക്കെ ചെയ്തതുപോലെ. അതിൽ ചില നിയമനത്തിൽ അത് റാങ്ക് ലിസ്റ്റുകൾക്ക് തുല്യ പരിഗണന കൊടുക്കാത്ത ഒരു പ്രശ്നം, സാങ്കേതിക പ്രശ്നം അതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നവംബർ 30 വരെ ഞങ്ങൾ നീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ അതൊരു വലിയ കയ്യടിയിലേക്കും ഉദ്യോഗാർത്ഥികളടക്കം വലിയ സ്വീകാര്യതയും നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത്തെ ദിവസം അത് ക്യാൻസൽ ചെയ്യുകയാണ്. ഇത് പറ്റില്ല, പുനഃപരിശോധിക്കണം, പുതിയ ശുപാർശ നൽകാം എന്ന നിലക്ക് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം വീണ്ടും വിചാരമില്ലാതെയാണ് ഈ കാര്യങ്ങൾ പോലും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ PSC ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്, നമ്മളായിരുന്നു ആദ്യം ആ വാർത്ത കൊടുത്തിട്ട്, ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് നേർക്കുന്ന ഒരു ഏറ്റുമുട്ടൽ തുടക്കഘട്ടത്തിൽ തന്നെ വേണ്ട. അതുകൊണ്ട് അവിടെയുള്ള LDF അംഗങ്ങളടക്കം അതിനോട് യോജിച്ചു, നീട്ടാം. പിന്നെ ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ്, മനുഷ്യരുടെ കാര്യമാണ്. അതേ പറയുന്നത് പോലെയാണ് ഇവിടെയും 610ഓളം കുടുംബങ്ങളുണ്ട്, ഇവരുടെ കാര്യങ്ങളാണ്. പിന്നെ അതുമാത്രമല്ല ഇത്രയധികം ജനങ്ങളുണ്ട് കേരളത്തിൽ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ചില കാര്യങ്ങളിൽ ഇത്തരം ചില ക്ലിക്ക് ബൈറ്റുകൾ പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പോകാതെ അതിനെ ഒന്ന് ഇരുന്ന് വിശദീകരിക്കണം. 4 തവണ ഇത് ലൈറ്റാക്കിയത് കൊണ്ട് ഈ കാര്യങ്ങളൊന്നും അങ്ങ് ലൈറ്റായി പോകുന്നില്ല, മയപ്പെട്ടു പോകുന്നില്ല. അത് അത്രയും ഗൗരവത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവർ തീർച്ചയായും അത് ചോദിക്കും, അത് ചിലപ്പോൾ ചോദ്യം ചെയ്യും, ചിലപ്പോൾ എഴുതും പലയിടങ്ങളിലും. അപ്പോൾ അത് വിവാദമാവും. ഇതിലെന്താ വിവാദമെന്ന് വളരെ നിഷ്കളങ്കമായി ചോദിച്ചതുകൊണ്ട് കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ വടശ്ശേരി ദാമോദരൻ മേനൻ സതീശൻ എന്ന് പറഞ്ഞാൽ അതെൻ്റെ അച്ഛൻ്റെ പേരാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ അത് അത്ര നിഷ്കളങ്കമായിട്ടൊന്നും ഒരു പേര് എൻ്റെ അച്ഛൻ്റെ പേരാണ് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ നാട്ടുകാർക്ക് അത് തോന്നിയേക്കാം, അത് അച്ഛൻ്റെ പേരാണ് അതെന്ന് പറഞ്ഞില്ല. മുൻപ് ഇത്രയും കാലം പറയാത്ത ഒരു അച്ഛൻ്റെ പേര് അദ്ദേഹം എന്തുകൊണ്ട് മുഖ്യമന്ത്രിയായി പോയി പറഞ്ഞപ്പോൾ പറയുന്നു? അന്ന് മാത്രമേ അത് ഉയർന്നു വന്നത് എന്തുകൊണ്ട് എന്നൊക്കെ ഇവിടെയുള്ളവർ ചോദിക്കും. ഇവിടെയുള്ളവർ അങ്ങനെ ചോദിക്കുന്നവരും കൂടിയുണ്ട്. അവരെ കൂടി ഉൾപ്പെടുന്നതാണ്, അവരെ കൂടി അഡ്രസ്സ് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ പ്രതിപക്ഷ ശരീരഭാഷ കൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹം ആളുകളെ അഭിസംബോധന ചെയ്യരുത്. മാധ്യമങ്ങളെ ആയിക്കോട്ടെ, അതുവഴി മാധ്യമങ്ങൾ വഴി ജനങ്ങളെയാണല്ലോ അഭിസംബോധന ചെയ്യുന്നത്, അങ്ങനെ ചെയ്യരുത്. അതൊരു താത്കാലിക രക്ഷപ്പെടൽ മാത്രമായിരിക്കും. 5 വർഷം അദ്ദേഹം ഇവിടെ നിൽക്കേണ്ടതാണ്. ചിലപ്പോൾ അത് കഴിഞ്ഞും ഇത്രയും നല്ല പെർഫോമൻസ് ആണെങ്കിൽ തീർച്ചയായും അത് കഴിഞ്ഞും നിൽക്കേണ്ടി വരുന്ന ആളുകൾ കൂടിയായിരിക്കും. അത് ഓർമ്മയിൽ വേണം. എന്നിട്ട് മാത്രമേ അത് ചെയ്യാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
മുനമ്പത്തെ ഭൂമി വഖഫ് സ്വത്താണോ അല്ലയോ എന്ന കാര്യത്തിൽ വർഷങ്ങളായി തുടരുന്ന തർക്കങ്ങളാണ് നിലവിൽ വീണ്ടും ചർച്ചയാവുന്നത്. ഇപ്പോൾ അത് ചർച്ചയാകാൻ കാരണം നിലവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടത്തിയ പ്രസ്താവനയാണ്. എന്നാൽ മുനമ്പത്തിലേത് ഒരു സങ്കീർണ്ണ പ്രശ്നമാണെന്നും ഈ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാനാകില്ല എന്നതുമാണ് വസ്തുത. ഈ വസ്തുത അദ്ദേഹത്തിന് അറിയാവുന്നതുമാണ്. മതപരമായ വേർതിരിവ് ഉണ്ടാക്കാതെയും ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയും ഈ വിഷയത്തിൽ പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. വഖഫാണ് എന്ന് പല വ്യവഹാരങ്ങളിലായി കോടതിയും സർക്കാരും വ്യക്തമാക്കിയ ഭൂമിയാണ് മുനമ്പത്തേത്. അപ്പോഴും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ മുഖ്യ പരിഗണന നൽകേണ്ടത് അവിടെ താമസിക്കുന്ന മനുഷ്യർക്കും അവരുടെ ജീവിതങ്ങൾക്കുമാണ്. അവരുടെ ആശങ്കകൾ പരിഹരിക്കുക എന്നതാണ് മുഖ്യമായ ആവശ്യം. കൂടാതെ ആ വഖഫ് ഭൂമിയുടെ കൈകാര്യകർത്താക്കളായ ഫറൂഖ് കോളേജ് നിയമം തെറ്റിച്ച് വസ്തു വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ടതും പരിഹാരം കാണേണ്ടതും ഫറൂഖ് കോളേജ് കമ്മിറ്റിയാണെന്ന കാര്യത്തിലും തർക്കമില്ല. എന്താണെങ്കിലും സങ്കീർണതകൾ ഏറെയുള്ള ഈ കേസിൽ മുനമ്പത്തെ മനുഷ്യർക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് RDX കരുതുന്നത്. ഇടവേള.